ഹലോ സുഹൃത്തേ, ഇത് നിങ്ങളുടെ വചന ചങ്ങാതി. ഇന്ന് ജൂൺ 20 ശനി. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. ഈശോ ബെത്സയിദയില് 38 വർഷമായിട്ട് തളർന്നു കിടന്ന ഒരു രോഗിക്ക് സൗഖ്യം നൽകി. അതൊരു സാബത്ത് ദിവസമായിരുന്നു. അത് യഹൂദർക്ക് ഇടർച്ച ഉണ്ടാകുകയാണ്. ഇടർച്ച ഉണ്ടാകാനുള്ള കാരണം ഈശോ സാബത്ത് ലംഘിക്കുക മാത്രമല്ല, ഈശോയെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നു. അത് ഭയങ്കര ഇതാണ്, ദൈവദൂഷണാണ് അവരുടെ ദൃഷ്ടിയിൽ. അപ്പോൾ ഈശോ അവർക്ക് കൊടുക്കുന്ന മറുപടിയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഈശോ അവർ പറയാണ്, പിതാവ് ചെയ്യുന്നതല്ല പുത്രന് ചെയ്യാനൊന്നുമില്ല, പക്ഷെ പിതാവ് ചെയ്ത് കാണിക്കുന്ന എല്ലാം പുത്രന് അതേപടി ചെയ്യും. ഇതിനേക്കാൾ വിസ്മയിക്കത്തക്ക രീതിയിൽ പുത്രൻ കാര്യങ്ങൾ ചെയ്യും. ഈശോയും പിതാവുമായിട്ടുള്ള ബന്ധം പറഞ്ഞിട്ട് പുത്രൻ നൽകിയിരിക്കുന്ന അധികാരത്തെക്കുറിച്ച് പറഞ്ഞു. അധികാരത്തിന്റെ ഏറ്റവും പൂർണ്ണത ഈശോ അവസാനമാണ് പറഞ്ഞു വെക്കുക. അതായത് എൻ്റെ വചനം കേൾക്കുക, എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നതിന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല, അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കും. വലിയ അധികാരം പുത്രന് കൊടുത്തിരിക്കുന്ന പറയുക. പക്ഷെ യഹൂദര് ഇടർച്ചയെ തന്നെ നിൽക്കുക. ദൈവത്തിൽ വിശ്വസിച്ചവർ യഹൂദര്. പക്ഷെ ദൈവത്തിന് വാഗ്ദാനമായ പുത്രൻ വന്നിട്ട് ഈ പുത്രൻ പറയുന്നത് മനസ്സിലാക്കുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അവർക്ക് വിശ്വാസമുണ്ട്, പക്ഷെ തുറവിയില്ലാത്തൊരു വിശ്വാസമാണ്. അവരെന്തൊക്കെ ധരിച്ചിരുന്നോ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു റിയാലിറ്റിയിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല. ദൈവിക രഹസ്യങ്ങൾ എന്ന് പറയുന്ന സുഹൃത്തെ, നീ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് മാത്രമല്ല, ദൈവിക രഹസ്യങ്ങൾ ആർക്കും അതിൻ്റെ പൂർണ്ണതയെ അറിവില്ല. ഓരോ കാലഘട്ടത്തിൽ ഓരോ രീതിയിൽ ദൈവം ഓരോരുത്തർക്ക് വെളിപ്പെടുത്താറുണ്ട്. നിനക്കും വെളിപ്പെടുത്താറുണ്ട്. ദൈവം വെളിപ്പെടുത്തി തരുന്ന രഹസ്യങ്ങളെ ദൈവത്തിന് ചേർന്ന രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ നീ നിന്നെ തന്നെ ദൈവിക പദ്ധതികൾക്ക് വിട്ടുകൊടുക്കണം. എപ്പോഴും ദൈവവുമായിട്ടൊരു ആലോചന നടത്താനായിട്ട് സാധിക്കണം. നിനക്കറിയാവുന്നത് മാത്രമേ ഉള്ളൂ എന്ന് ശഠിക്കരുത്. അത് മാത്രമല്ല, നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് നിന്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കണം. അത് ഈശോ പറഞ്ഞു വെച്ചത്, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുക. ഈ വചനം കേൾക്കുക, അയച്ചവനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വചനത്തെ ജീവിതത്തിൽ കൊണ്ടുവരിക, പ്രമാണങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ള. സുഹൃത്തെ, നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ സ്വർഗീയ ചങ്ങാതി, എന്നെ കേൾക്കുന്ന ഈ ചങ്ങാതിയെ സമർപ്പിക്കുകയാണ്. നിനക്ക് ചേർന്ന രീതിയിൽ ജീവിതത്തെ ക്രമീകരിച്ച് നിന്നെ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ ഈ ചങ്ങാതിയെ സഹായിക്കണമേ. ആമേൻ.